സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ബിറ്റ്കോയിനിനെക്കുറിച്ചുള്ള കുറച്ച് സ്രോതസ്സുകളാണ്. പക്ഷേ ഇത് കേവലം ഒരു പുതിയ ടെക്നോളജിയോ അല്ലെങ്കിൽ ഒരു നിക്ഷേപ അവസരമോ മാത്രമല്ല. അല്ലേയല്ല. അതിനപ്പുറം നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന, ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ ആശയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ, ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു സാധാരണ ടെക് വിദഗ്ധന്റെ കാഴ്ചപ്പാടല്ല. അതാണ് പ്രധാനം. മറിച്ച് ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ, ഒരു മുൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ, കാര്യങ്ങൾ എങ്ങനെ കാണുന്നു എന്നതാണ്. അപ്പോ അദ്ദേഹത്തിന്റെ വാദം, നിലവിലെ ഈ സിസ്റ്റം അടിസ്ഥാനപരമായി തകരാറിലാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ലൈഫ് ബോട്ടാണ് ബിറ്റ്കോയിൻ എന്നൊക്കെയാണ്. വളരെ ശക്തമായി തന്നെ അദ്ദേഹം അത് വാദിക്കുന്നുണ്ട്. കൃത്യമായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായതിനെക്കുറിച്ച്, ഒരു ദിവ്യബോധം എന്ന് പറയാവുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് ഈ സോഴ്സുകളിൽ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. ഒരു ഉന്നത സാമ്പത്തിക വിദഗ്ധൻ എങ്ങനെയാണ് ഈ വ്യവസ്ഥയുടെ ഒരു കടുത്ത വിമർശകനായി മാറിയത്, ബിറ്റ്കോയിന്റെ ഒരു പ്രചാരകനായി മാറിയത്? ആ മാറ്റത്തിന് കാരണം എന്തായിരുന്നു? നമുക്കവിടെ തുടങ്ങാം. ശരി. കഥ തുടങ്ങുന്നത് 2016-ലാണ്. അന്ന് അദ്ദേഹം വിവരിക്കുന്ന ലോകം കുറച്ച് വിചിത്രമാണ്. ശരിക്കും. ഗവൺമെന്റുകൾക്ക് പണം കടം കൊടുക്കാൻ നിങ്ങൾ അവർക്കിങ്ങോട്ട് പലിശ കൊടുക്കണം. ഒന്ന് ആലോചിച്ചു നോക്കൂ. അതായത് $18 ട്രില്യൺ ബോണ്ടുകൾ നെഗറ്റീവ് പലിശ നിരക്കിലായിരുന്നു. സാധാരണ ഒരാൾക്കിത് കേൾക്കുമ്പോൾ എന്താ ഇതിൽ ഇത്ര കുഴപ്പമെന്ന് തോന്നാം. പക്ഷേ സാമ്പത്തിക ലോകത്ത് ഇത് ശരിക്കും ഭൂമി പരന്നതാണെന്ന് പറയുന്നത് പോലെയാണല്ലേ? തീർച്ചയായും. നിങ്ങൾ ബാങ്കിൽ 100 രൂപ ഇട്ടാൽ അടുത്ത വർഷം 99 രൂപയെ കിട്ടൂ എന്ന് പറയുന്നത് പോലെ. അതുതന്നെ. ഇത് പണത്തിന്റെ ഏറ്റവും അടിസ്ഥാന നിയമത്തെ, ആ ടൈം വാല്യൂ ഓഫ് മണി എന്ന ആശയത്തെ തന്നെ തകർക്കുകയാണ്. അതായത് ഇന്നത്തെ പണത്തിന് നാളത്തെ പണത്തേക്കാൾ മൂല്യമുണ്ട് എന്ന ആ തത്വം. അതെ, ആ തത്വം ഇല്ലാതാവുന്നു. നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ എഞ്ചിൻ പിറകോട്ടോടാൻ തുടങ്ങുന്നത് പോലെയാണത്. അപ്പൊ അദ്ദേഹം ഇതിനെ കണ്ടത് ഒരു ഒറ്റപ്പെട്ട പ്രശ്നമായിട്ടല്ല, അല്ല, മറിച്ച് ഫിയറ്റ് മണി, അതായത് നമ്മുടെ ഈ ആധുനിക പണസമ്പ്രദായം, അത് തകർന്നതിന്റെ ഒരു വ്യക്തമായ സൂചനയായിട്ടാണ്. അതെ, അദ്ദേഹത്തിന്റെ വാദമനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പണം യഥാർത്ഥത്തിൽ പണമല്ല, അതൊരു കടമാണ്. ഗവൺമെന്റ് നൽകുന്ന ഒരു ഉറപ്പ്, ഒരു IOU. ഒരു IOU മാത്രം. അതിന് ഉള്ളാർന്ന മൂല്യമൊന്നുമില്ല. ആ വിശ്വാസം തകരുമ്പോൾ ആ കടലാസിന് പിന്നെ വിലയില്ല. നെഗറ്റീവ് പലിശ നിരക്കുകൾ ആ വിശ്വാസം തകരാൻ തുടങ്ങിയതിന്റെ ആദ്യത്തെ അപായമണിയായിരുന്നു. അതുമാത്രമല്ല, ഈ വ്യവസ്ഥയുടെ ഒരു യുക്തിയില്ലായ്മയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമേരിക്കൻ ഫെഡറൽ റിസർവിലെ അധികമാരും കേട്ടിട്ടു പോലുമില്ലാത്ത ഒരു 12 പേർ തീരുമാനങ്ങള് ഒരുപക്ഷെ തുർക്കിയിലെയോ ബ്രസീലിലെയോ ഒരു സാധാരണ ചായക്കടക്കാരന്റെ ജീവിതത്തെ അവരുടെ സ്വന്തം ഗവൺമെന്റിനേക്കാൾ കൂടുതൽ സ്വാധീനിക്കുന്നു. ഇത് ശരിക്കും വിചിത്രമാണ്. നിങ്ങൾ വേറെ ആരോ ഓടിക്കുന്ന ഒരു കാറിലെ യാത്രക്കാരൻ മാത്രമാണ്. സ്റ്റിയറിംഗിലോ ബ്രേക്കിലോ നിങ്ങൾക്കൊരു നിയന്ത്രണവുമില്ല. ശരിയാണ്. കാരണം അമേരിക്കൻ ഡോളർ ലോകത്തിന്റെ കരുതൽ കറൻസി ആയതുകൊണ്ട് അവർ പലിശ നിരക്ക് മാറ്റുമ്പോൾ അതിന്റെ അലകൾ ലോകം മുഴുവനെത്തും. അപ്പോ ഇവിടെ നിന്നാണ് ബിറ്റ്കോയിനിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങുന്നത്. അതെ, ബിറ്റ്കോയിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരാള് അദ്ദേഹത്തെ കാണാൻ വന്നു. വെറും 30 മിനിറ്റ് പ്രതീക്ഷിച്ച ഒരു മീറ്റിംഗ് 4.5 മണിക്കൂർ നീണ്ടുപോയി. അതെ, 4.5 മണിക്കൂർ നീണ്ട ഒരു സംവാദമായി അത് മാറി. അത് അദ്ദേഹത്തിന്റെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ ആകെ മാറ്റിമറിച്ചു. ശരി, സമ്മതിച്ചു. നിലവിലെ സിസ്റ്റത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനു പരിഹാരം ഇന്റർനെറ്റിലുള്ള കുറച്ച് കോഡുകളാണെന്ന് പറയുന്നത് കുറച്ച് കടന്ന കൈയല്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വിശ്വസിച്ചത്? അതൊരു നല്ല ചോദ്യമാണ്. എന്തായിരുന്നു അദ്ദേഹം ബിറ്റ്കോയിനിൽ കണ്ട ആ ഒരു മാന്ത്രികത? അദ്ദേഹം പറയുന്നത് സതോഷി നക്കാമോട്ടോ കുറച്ചു വരി കോഡുകൾ കൊണ്ട് ലോകത്തെ ചെക്ക്മേറ്റ് ചെയ്തു എന്നാണ്. ചെക്ക്മേറ്റ് ചെയ്തു? അതെ. അദ്ദേഹത്തെ ആദ്യം ആകർഷിച്ചത് അതിലെ ഏറ്റവും ലളിതമായ ഒരു കാര്യമാണ്: ബിറ്റ്കോയിന്റെ വിതരണം. അത് തീരുമാനിക്കുന്നത് ഒരു സമിതിയോ രാഷ്ട്രീയക്കാരോ അല്ല. പിന്നെ ആരാണ്? മാറ്റാൻ കഴിയാത്ത ഗണിതശാസ്ത്രമാണ്. അത് പ്രവചിക്കാവുന്നതാണ്, പരിമിതവുമാണ്. അതായത് ആകെ 21 ദശലക്ഷം ബിറ്റ്കോയിനുകളെ ഉണ്ടാകൂ എന്നത് ആ കോഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാർക്കും മാറ്റാൻ കഴിയില്ല. കേന്ദ്ര ബാങ്കുകൾക്ക് ഇഷ്ടം പോലെ പണം അച്ചടിക്കുന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വലിയൊരു മാറ്റമാണല്ലോ. അതുതന്നെ. അതോടൊപ്പം അത് വികേന്ദ്രീകൃതമാണ്. ഒരു CEO ഇല്ല, ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ല, ഒരു കമ്പനിയില്ല. ആരും അതിനെ നിയന്ത്രിക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ ഒരു കുറവായിട്ടാണല്ലോ തോന്നുന്നത്.
ഒരു സിഇഒയോ ഹെഡ്ക്വാർട്ടേഴ്സോ ഇല്ലാത്ത ഒന്നിനെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ശരിയാണ്. നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ആരെയാണ് സമീപിക്കുക? ആ ചോദ്യത്തിലാണ് ഇതിന്റെ സൗന്ദര്യം. അതിന് ഒരു കേന്ദ്രീകൃത നിയന്ത്രണമില്ലാത്തതുകൊണ്ട് തന്നെ ആർക്കും അതിനെ തകർക്കാനുമാവില്ല. ഓഹോ. ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ അല്ല നമ്മൾ വിശ്വസിക്കുന്നത്, മറിച്ച് ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകളിൽ ഒരേ സമയം പ്രവർത്തിക്കുന്ന ആർക്കും മാറ്റാൻ കഴിയാത്തൊരു പ്രോഗ്രാമിനെയാണ്. ശരി. ഈ ഘടന അദ്ദേഹത്തെ 2 വിപ്ലവങ്ങൾ ഒന്നിൽ കാണാൻ പ്രേരിപ്പിച്ചു. ഒന്ന്, ബ്ലോക്ക് ചെയിൻ എന്ന ടെക്നോളജിയുടെ വിപ്ലവം. അത് ഇടനിലക്കാരെ ഒഴിവാക്കുന്നു എന്നതാണല്ലോ പ്രധാനം. ഊബർ ഒരു വാടകക്കാരനാണെന്ന് പറയുന്നതുപോലെ ഡ്രൈവറെയും യാത്രക്കാരനെയും ബന്ധിപ്പിച്ച് അതിൽ നിന്നൊരു വലിയ പങ്കവരെടുക്കുന്നു. അതെ, ബ്ലോക്ക് ചെയിൻ അത്തരം ഇടനിലക്കാരെ ഒഴിവാക്കി ഡ്രൈവർക്ക് നേരിട്ട് പണം നൽകാൻ സഹായിക്കും. എന്നാൽ അതിലും വലിയ വിപ്ലവം പണപരമാണ്. ഒരു മോണിറ്ററി റെവല്യൂഷൻ. അതെങ്ങനെയാണ്? കാലക്രമേണ മൂല്യം നഷ്ടപ്പെടുന്ന പണപ്പെരുപ്പമുള്ള ഒരു കറൻസിയിൽ നിന്ന് കാലം കഴിയുന്തോറും മൂല്യം കൂടുന്ന ഒരു പണച്ചുരുക്കമുള്ള കറൻസിയിലേക്കുള്ള മാറ്റം. അതായത് ഇൻഫ്ലേഷണറിയിൽ നിന്ന് ഡിഫ്ലേഷണറിയിലേക്ക്. അതെ, അദ്ദേഹം ഇതിനെ സ്വർണവുമായി താരതമ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങളിലും അതിലും മികച്ചതാണെന്നും പറയുന്നു. എങ്ങനെയാണത് സ്വർണത്തേക്കാൾ മികച്ചതാകുന്നത്? ആയിരക്കണക്കിന് വർഷങ്ങളായി സ്വർണമാണല്ലോ ഏറ്റവും വിശ്വസനീയമായ സമ്പാദ്യം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സ്വർണം കാലത്തിലൂടെ, അതായത് ടൈമിലൂടെ വളരെ നന്നായി സഞ്ചരിക്കും. റോമൻ സാമ്രാജ്യകാലത്തെ ഒരു സ്വർണ്ണ നാണയത്തിന് ഇന്നും മൂല്യമുണ്ട്. ശരിയാണ്. പക്ഷെ സ്വർണം സ്ഥലത്തിലൂടെ, സ്പേസിലൂടെ വളരെ മോശമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതെ, നമ്മുടെ ഈ ആഗോളവൽകൃത ലോകത്ത് പണം കാലത്തെയും സ്ഥലത്തെയും ഒരുപോലെ എളുപ്പത്തിൽ അതിജീവിക്കണം. ബിറ്റ്കോയിൻ, അദ്ദേഹം പറയുന്നു, ഈ 2 കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്ന ഡിജിറ്റൽ സ്വർണമാണ്. അതിന് കാലത്തിനനുസരിച്ച് മൂല്യം നിലനിർത്താൻ കഴിയും. അതേസമയം ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ലോകത്തെവിടെയും ഒരു സെക്കൻഡ് കൊണ്ട് അയക്കാനും പറ്റും. ശരിയാണ്. ഒരു യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്യേണ്ടിവരുന്ന ഒരാൾക്ക് തന്റെ സമ്പാദ്യം മുഴുവൻ തലച്ചോറിൽ ഓർത്തുവെച്ച ഒരു പാസ്വേഡായി കൊണ്ടുപോകാൻ കഴിയുന്ന അവസ്ഥ, അതൊന്ന് ആലോചിച്ചു നോക്കൂ. അതെ, അത് വലിയൊരു സാധ്യതയാണ്. ഈ സ്രോതസ്സുകളിലെ അടുത്ത ഭാഗമാണ് എന്നെ ശരിക്കും ചിന്തിപ്പിച്ചത്. നമ്മൾ ഉപയോഗിക്കുന്ന പണം നമ്മുടെ സ്വഭാവത്തെയും സംസ്കാരത്തെയും അടിസ്ഥാനപരമായി മാറ്റുന്നു എന്ന വാദം. അതെ, ടൈം പ്രിഫറൻസ്. എന്താണ് ഈ ടൈം പ്രിഫറൻസ്? ടൈം പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയേക്കാൾ വർത്തമാനകാലത്തിന് എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്നതിന്റെ ഒരു അളവാണ്. ഓക്കെ. പണപ്പെരുപ്പമുള്ള കറൻസി നമുക്ക് ഹൈ ടൈം പ്രിഫറൻസ് നൽകുന്നു. അതായത് നമ്മൾ ഭാവിയെ അവഗണിച്ച് വർത്തമാനത്തിൽ ജീവിക്കാൻ പ്രേരിതരാകുന്നു. കാരണം ലളിതമാണ്. നാളെ നമ്മുടെ കയ്യിലുള്ള പണത്തിന് മൂല്യം കുറയുമെന്ന് ഉറപ്പാണെങ്കിൽ അത് ഇന്ന് തന്നെ ചെലവഴിക്കുന്നതല്ലേ ബുദ്ധി? അത് തന്നെ. അപ്പോൾ നമ്മൾ കാണുന്ന ഈ അമിതമായ ഉപഭോഗം, ക്രെഡിറ്റ് കാർഡ് കടങ്ങൾ, ഫാസ്റ്റ് ഫാഷൻ, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണെന്നാണോ വാദം? അതെ, ഇതെല്ലാം ഹൈ ടൈം പ്രിഫറൻസ് സംസ്കാരത്തിന്റെ ലക്ഷണങ്ങളാണ്. തൽക്ഷണ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ദീർഘകാല നേട്ടങ്ങളെ ബലികഴിക്കുന്നു. തുർക്കിയിൽ നിന്നുള്ളൊരു ഉദാഹരണം ഇതിൽ പറയുന്നുണ്ടല്ലോ. ഉണ്ട്, അത് വളരെ ശക്തമാണ്. അവിടെ പണപ്പെരുപ്പം 100%മായപ്പോൾ ആളുകൾക്ക് ശമ്പളം കിട്ടിയാൽ ഉടനൊരു ടിവിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ഓടുമായിരുന്നു. കാരണം അടുത്ത മാസം അതിന്റെ വില ഇരട്ടിയാകും. അതെ, പണം കയ്യിൽ വെക്കുന്നത് നഷ്ടമാണ്. അത് മൂല്യമില്ലാതാകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഭൗതിക വസ്തുവായി മാറ്റാൻ അവർ ശ്രമിക്കും. ആ ഒരു സമ്മർദ്ദമൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതിന് വിപരീതമായി ബിറ്റ്കോയിൻ പോലുള്ള ഒരു പണച്ചുരുക്കമുള്ള കറൻസി നമ്മളെ എങ്ങനെയാണ് മാറ്റുന്നത്? അത് ലോ ടൈം പ്രിഫറൻസ് പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് ദീർഘകാലത്തേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതെ, ഭാവിയിൽ നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന് ഇന്നത്തേക്കാൾ കൂടുതൽ മൂല്യമുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ അനാവശ്യമായി ചെലവഴിക്കുമോ? ഇല്ല. നിങ്ങൾ ലാഭിക്കും, നിക്ഷേപിക്കും. 100 രൂപയ്ക്ക് പുതിയൊരു ഷർട്ട് വാങ്ങുന്നതിനേക്കാൾ 10 രൂപയ്ക്ക് പഴയത് നന്നാക്കി ഉപയോഗിക്കാൻ നിങ്ങൾ താൽപ്പര്യപ്പെടും. അതായത് പെട്ടെന്ന് കിട്ടുന്ന ലാഭത്തിനു വേണ്ടി നിലവാരം കുറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനു പകരം 100 വർഷം നിലനിൽക്കുന്ന മേശയും കസേരയും ഉണ്ടാക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ തിരിച്ചുപോകുമെന്നു. അതെ, വീടുകൾ നിർമ്മിക്കുന്നത് അടുത്ത തലമുറയെ കൂടി കണ്ടുകൊണ്ടായിരിക്കും. നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്ന പള്ളികളും കോട്ടകളും നിർമ്മിച്ചൊരു മനോഭാവമുണ്ടല്ലോ. ശരിയാണ്. അവരത് നിർമ്മിച്ചത് അവർക്കോ അവരുടെ മക്കൾക്കോ വേണ്ടിയായിരുന്നില്ല, മറിച്ച് 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷമുള്ള തലമുറകൾക്ക് വേണ്ടിയായിരുന്നു. അതാണ് ലോങ് ടൈം പ്രിഫറൻസ്. അപ്പോ ഇന്റർനെറ്റിൽ ആരെങ്കിലും ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചോ സാമൂഹിക പ്രശ്നത്തെക്കുറിച്ചോ പറയുമ്പോൾ ബിറ്റ്കോയിൻ ഇത് പരിഹരിക്കും എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവർ തമാശ പറയുകയല്ല. അവർ പ്രശ്നത്തിന്റെ ലക്ഷണങ്ങളെയല്ല,
മറിച്ചു മൂലകാരണത്തെയാണ് അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുന്നത്. കൃത്യമായി. പണത്തിന്റെ ആ ഒരു പ്രോത്സാഹന വ്യവസ്ഥ മാറ്റുന്നതിലൂടെ മനുഷ്യ സ്വഭാവത്തെ തന്നെ മികച്ചതാക്കി മാറ്റാൻ കഴിയുമെന്നവർ വാദിക്കുകയാണ്. ഇത് നമ്മളെ ഈ സ്രോതസ്സുകളിലെ ഏറ്റവും വലിയ, ഒരുപക്ഷെ ഏറ്റവും വിപ്ലവകരമായ ആശയത്തിലേക്ക് എത്തിക്കുന്നു. പണത്തെ ഭരണകൂടത്തിൽ നിന്ന് വേർപെടുത്തുക. അതെ, പള്ളിയെയും ഭരണകൂടത്തെയും വേർപെടുത്തിയതുപോലെ ഒരു വലിയ മാറ്റമാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. ലോകത്തിലെ മിക്ക തിന്മകളും, പ്രത്യേകിച്ചും വലിയ യുദ്ധങ്ങളും, സർക്കാരുകൾക്ക് ഇഷ്ടം പോലെ പണം അച്ചടിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം വാദിക്കുന്നു. യുദ്ധങ്ങൾ നടത്താൻ ഭീമമായ പണം ആവശ്യമാണല്ലോ. തീർച്ചയായും. ഒരു ഗവൺമെന്റിന് പണമച്ചടിക്കാൻ കഴിയില്ലെങ്കിൽ അവർക്ക് യുദ്ധം ചെയ്യാൻ ജനങ്ങളോട് നേരിട്ട് നികുതി ചോദിക്കേണ്ടി വരും. അതെ, അത് രാഷ്ട്രീയമായി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഒരു പുതിയ യുദ്ധം തുടങ്ങാൻ നിങ്ങളുടെ ശമ്പളത്തിന്റെ 20% അധിക നികുതിയായി പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. ഒരിക്കലുമില്ല. എന്നാൽ പണമച്ചടിക്കുന്നതിലൂടെ ഗവൺമെന്റ് ഈ ചെലവ് നേരിട്ടല്ലാതെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. പണപ്പെരുപ്പം എന്ന അദൃശ്യമായ നികുതി. അതെ, നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ മൂല്യം കുറച്ചുകൊണ്ട് അവർ പണം കണ്ടെത്തുന്നു. അനന്തമായി പണമച്ചടിക്കാൻ കഴിയുന്ന ഈ യന്ത്രം ഇല്ലാതായാൽ ഗവൺമെന്റിന്റെ വലിപ്പം തന്നെ കുറയും. പക്ഷേ ഒരു നിമിഷം, ഏതെങ്കിലും ഒരു ഭരണകൂടം ഈ അധികാരം, പണമച്ചടിക്കാനുള്ള ഈ സൂപ്പർ പവർ സ്വമേധയാ ഉപേക്ഷിക്കുമോ? ഇല്ല, ഉപേക്ഷിക്കില്ല. അത് ചിന്തിക്കാൻ പോലും പ്രയാസമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഈ മാറ്റം മുകളിൽ നിന്ന് താഴേക്ക് വരില്ലാന്ന്. അത് താഴെ നിന്ന് മുകളിലേക്കായിരിക്കും. ജനങ്ങളിൽ നിന്ന്. അതെ, ആളുകൾ ബിറ്റ്കോയിൻ വാങ്ങി ഈ ഫിയറ്റ് വ്യവസ്ഥയിൽ നിന്ന് ഇതിനകം തന്നെ പുറത്തു കടക്കുന്നുണ്ട്. ഇതൊരു അക്രമാസക്തമായ വിപ്ലവമല്ല, മറിച്ച് സമാധാനപരമായ ഒരു പ്രതിഷേധമാണ്. ആളുകൾ മികച്ച ഒരു സംവിധാനത്തിലേക്ക് സ്വമേധയാ മാറുന്നു. അതുതന്നെ. ഇതിലെ അടുത്ത ഘട്ടം എന്തായിരിക്കും? സാധാരണക്കാരിത് വാങ്ങുന്നത് ഒരു പരിധിവരെ വ്യവസ്ഥയെ സ്വാധീനിക്കും. പക്ഷേ വലിയ മാറ്റം എങ്ങനെ വരും? അടുത്ത വലിയ നാഴികക്കല്ലായി അദ്ദേഹം കാണുന്നത് ലോകത്തെ കേന്ദ്ര ബാങ്കുകൾ തന്നെ സ്വർണം സൂക്ഷിക്കുന്നത് പോലെ ബിറ്റ്കോയിനും ഒരു കരുതലാസ്തിയായി വാങ്ങിത്തുടങ്ങുന്നതാണ്. അതിനെ അദ്ദേഹം ട്രോജൻ ഹോഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതെ, ട്രോജൻ ഹോഴ്സോ? അത് രസകരമാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം കേന്ദ്ര ബാങ്കുകൾ അതിന്റെ ഗുണങ്ങൾക്കായി, അതായത് അതിന്റെ മൂല്യം നിലനിർത്താനുള്ള കഴിവും കൈമാറ്റം ചെയ്യാനുള്ള സൗകര്യവും കാരണം അതിനെ സ്വീകരിക്കും, ഒരു ആസ്തിയായി അംഗീകരിക്കും. അതെ. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ തങ്ങളെ തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ അപ്രസക്തമാക്കുന്ന ഒന്നിന് അവർ സാധുത നൽകുകയാണ്. എനിക്കത് മനസ്സിലായില്ല. ആളുകൾ ചോദിക്കാൻ തുടങ്ങും, നമ്മുടെ കേന്ദ്ര ബാങ്ക് തന്നെ ബിറ്റ്കോയിൻ വാങ്ങുന്നുണ്ടെങ്കിൽ പിന്നെന്തിന് ഞങ്ങൾ മൂല്യം കുറയുന്ന ഈ കറൻസി ഉപയോഗിക്കണം? ശരിയാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്കും ബിറ്റ്കോയിൻ ഉപയോഗിച്ചുകൂടാ? അതെ, ആ ചോദ്യം വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് വേഗത കൂട്ടും. അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന നിങ്ങൾക്ക് എന്താണിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് ചുരുക്കി പറയാം. നമ്മൾ തുടങ്ങിയത് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നാണ്. അതെ. അവിടെ നിന്ന് നമ്മൾ ബിറ്റ്കോയിൻ എന്ന ടെക്നോളജിയിലേക്കും പിന്നീട് അത് നമ്മുടെ സ്വഭാവത്തെ എങ്ങനെ മാറ്റുന്നു എന്ന മനഃശാസ്ത്രപരമായ തലത്തിലേക്കും അവസാനം പണവും ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ സിദ്ധാന്തത്തിലേക്കും എത്തി. ശരിയാണ്. ഈ സ്രോതസ്സുകൾ മുന്നോട്ട് വയ്ക്കുന്നത് ശക്തമായ, ഒരുപക്ഷെ പലർക്കും അംഗീകരിക്കാൻ പ്രയാസമുള്ള ഒരു കാഴ്ചപ്പാടാണ്. തീർച്ചയായും. പണമെന്താണ്, അത് നമ്മളോട് എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ അടിസ്ഥാന ധാരണകളെ ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളെ ഒരു ചിന്തയുമായി വിടുന്നു. പണത്തെ സാങ്കേതികവിദ്യയായിട്ടാണ് ഈ സ്രോതസ്സുകളിലുടനീളം വിവരിക്കുന്നത്. നമ്മൾ ആശയവിനിമയ സാങ്കേതികവിദ്യയെ കത്തുകളിൽ നിന്ന് ഇന്റർനെറ്റിലേക്ക് നവീകരിച്ചു. ഗതാഗതത്തെ കുതിരവണ്ടിയിൽ നിന്ന് സൂപ്പർസോണിക് വിമാനങ്ങളിലേക്ക് ഉയർത്തി. ഒരുപക്ഷേ പണമെന്നത് അടുത്തതായി ഒരു നവീകരണം കാത്തിരിക്കുന്ന സാങ്കേതികവിദ്യയാണെങ്കിലോ? അതെ, നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് ആ ചരിത്രപരമായ മാറ്റത്തിന്റെ തുടക്കത്തിലാണെങ്കിലോ?